പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങി ഒരു പോസിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമോ എന്ന ആശങ്ക നിലനിൽക്കുന്ന സന്ദർഭത്തിൽ ചില ഗൗരവമായ ചോദ്യങ്ങൾ അന്താരാഷ്ട്ര രംഗത്തെ പശ്ചിമേഷ്യൻ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള നയതന്ത്ര വിദഗ്ധരും യുദ്ധങ്ങളെ അനലൈസ് ചെയ്തിട്ടുള്ളവരുമായി ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വ്യത്യസ്തമായ ഒരുപാട് വീക്ഷണങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് അതിനെ സംബന്ധിച്ച് ചില വിശകലനങ്ങൾക്ക് ഇപ്പോൾ പ്രസക്തിയുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, GCC രാജ്യങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ച ഒരു നിലപാടിനെ തുടർന്നാണ് ഉണ്ടാവുന്നത്. GCC രാജ്യങ്ങളുടെ സെക്രട്ടറി ഒരു ജോയിൻറ്റ് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് GCC രാജ്യങ്ങൾ ഒരിക്കലും അവിടുത്തെ സംഘർഷം വർദ്ധിപ്പിക്കാനോ ഇറാനെ പ്രത്യാക്രമണം നടത്താനോ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ ബേസുകളിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ തങ്ങൾ അനുവദിക്കുകയുമില്ല. എന്നാൽ തങ്ങളോട് ഇറാൻ കാണിക്കുന്ന അനീതി അവസാനിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങൾ ഇതിൻ്റെ പ്രതിസന്ധി കൊണ്ടുണ്ടാകുന്ന നഷ്ടം ഏറ്റവും വലുത് തങ്ങൾക്കായിരിക്കുമെന്നും അത്തരമൊരു ആക്രമണത്തിന് പോകുന്നത് തങ്ങളുടെ ജനത ഇഷ്ടപ്പെടുന്നതല്ലെന്നും അത് ആഭ്യന്തരമായി ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുമെന്നും സമ്പദ്ഘടന തകരുമെന്നും സർവോപരി യുദ്ധം നീണ്ടു നിൽക്കരുതെന്നും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇനി യുദ്ധം പുനരാരംഭിച്ചാൽ പ്രസക്തമായ 3-4 ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഇറാൻ സമാന രീതിയിലോ അതിനേക്കാൾ കടുത്ത നിലയിലോ ഈ അതിർത്തി പങ്കിടുന്ന GCC രാജ്യങ്ങളെ ആക്രമിക്കുമോ എന്ന ചോദ്യമാണ്. ഇറാൻ ആദ്യം മുതൽ തന്നെ GCC രാജ്യങ്ങളെ ആക്രമിക്കുന്നുണ്ടെങ്കിലും ആ ആക്രമിക്കുന്നത് ഒരു പ്രതീകാത്മകമായ വിരട്ടൽ ആക്രമണമാണ്. കടുത്ത ആക്രമണം ഇസ്രയേലിൽ നടത്തുന്നത് പോലെയോ ഒന്നും ഈ GCC രാജ്യങ്ങളിൽ ഇറാൻ നടത്തിയിട്ടില്ല. എന്നാൽ തങ്ങളുടെ വാതക ശൃംഖലയെ അടിച്ചപ്പോൾ അല്പം കഠിനമായിട്ടാണ് ഖത്തറിനെ LNGയിലും അടിച്ചത്. ബാക്കിയുള്ളതെല്ലാം 13ഓളം US ബേസുകളാണ് അടിച്ചതും തകർത്തതുമെല്ലാം. ഇനി പുനരാരംഭിച്ചാൽ ഈ പ്രത്യാക്രമണം ഇങ്ങനെ തന്നെയാകുമോ അതോ കുറച്ചുകൂടി കടുത്തതായിരിക്കുമോ എന്നതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ പ്രസക്തമായ ഒരു വിഷയം എന്ന് പറയുന്നത് ഹൂത്തികൾ ഈ വിഷയത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന രീതി എന്താകും എന്നുള്ളതാണ്. കാരണം ഹൂത്തികളിപ്പോൾ ആക്രമിക്കുന്നുണ്ട്, ഇസ്രയേലിനെ എയർ റൂട്ടിലാണ് ആക്രമിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസ് പോലെ തന്നെ റെഡ് സീയിൽ, അതുപോലെ തന്നെ വളരെ തന്ത്രപ്രധാനമായ ബാബ് അൽ മന്ദേബ് എന്ന് പറയുന്ന ആ കടലിടുക്കും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ പിന്നെയും ഈ പറയുന്ന ഹോർമിസ് കടലിടുക്കിലൂടെ തടസ്സപ്പെട്ടതിനെ പോലെ തന്നെയുള്ള പ്രത്യാഘാതം അന്താരാഷ്ട്ര രംഗത്തുണ്ടാവും. അപ്പോൾ പിന്നെ ഇതെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ആക്രമണങ്ങൾ അമേരിക്കയും സഖ്യകക്ഷികളും നടത്തേണ്ടി വരും. അങ്ങനെ നടത്തുന്നത് യമനിൽ വീണ്ടും സംഘർഷങ്ങൾക്ക് കാരണമാകും. ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാവും. അത് പശ്ചിമേഷ്യയുടെ സ്റ്റെബിലിറ്റിയെ വീണ്ടും ബാധിക്കുന്ന നിലയിലേക്കെത്തും. അപ്പോൾ അതുകൊണ്ട് ഇനി യുദ്ധം പുനരാരംഭിച്ചാൽ ഹൂത്തികൾ ഇൻവോൾവ് ചെയ്യാൻ പോകുന്ന ഒരു ഇടപെടലിനെ സംബന്ധിച്ച് ചില പ്രസക്തമായ ചിന്തകൾ അവിടെയുണ്ട്. മൂന്നാമത്തെ പ്രസക്തമായ ചോദ്യം, ചില യുദ്ധ വിശകലന വിദഗ്ധർ പറയുന്നത് GCC രാജ്യങ്ങളുടെ ഒരു യൂണിറ്റി എത്ര നാൾ നിലനിൽക്കുമെന്നുള്ളതാണ്. അതായത് ഈ കാര്യത്തിൽ ഇപ്പോൾ ഇറാനെ അപലപിക്കുന്നു, യുദ്ധത്തിൽ പങ്കെടുക്കില്ലെന്ന് പറയുന്നു. പക്ഷേ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി ഏതെങ്കിലും രാജ്യം തനിച്ച് തീരുമാനമെടുത്ത് കടന്നാക്രമിക്കുമോ? ഇതിൽ ഒമാൻ നേരത്തെ മുതൽ തന്നെ ഒരു മധ്യസ്ഥ രാജ്യമായി ഇറാനും US-നും ഇടയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഖത്തറും ആ റോൾ ഇറാനും US-നും ഇടയിൽ പണ്ട് ബന്ദികളൊക്കെ ഇറാനിലാക്കിയിരുന്ന സമയത്തൊക്കെ ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി അവരും ഇടപെട്ടിരുന്നു. എന്നാൽ സൗദി അറേബ്യ എപ്പോഴും ഒരു കൃത്യമായ അകലമാണ് പാലിക്കുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാറില്ല. പക്ഷേ ഉയർന്ന നിലയിൽ, ഉന്നത നിലയിലുള്ള ചർച്ചയും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ ബന്ധവും അകലവും സൂക്ഷിക്കുന്നവരാണ്. UAE-ക്കാകട്ടെ കൂടുതൽ അടുപ്പം ഈ അമേരിക്ക ഇസ്രായേൽ സഖ്യകക്ഷികളോടൊക്കെയാണ്. അപ്പോൾ ആരെങ്കിലും പ്രേരണയ്ക്ക് വഴങ്ങി ആക്രമിച്ചാൽ അത് ഈ യൂണിറ്റിയെ തകർക്കുകയും പിന്നെ ഇറാൻ്റെ ആക്രമണോത്സുകതയുടെ കടുപ്പം എങ്ങനെയായിരിക്കുമെന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട്. നാലാമത്തെ പ്രസക്തമായ പോയിൻ്റ്, ഇത് GCCയുടെ ഡൊമസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചറിനെയും എക്കണോമിയെയും ബാധിക്കുന്നതിൻ്റെ ആഴമാണ്. ഇപ്പോൾ ഉണ്ടായ യുദ്ധം തീർച്ചയായും അവരെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ളതുകൊണ്ട് ചിലപ്പോൾ വർഷങ്ങൾ കൊണ്ട് അത് മറികടക്കാൻ GCCക്ക് കഴിഞ്ഞേക്കും. പക്ഷേ ഒരു പ്രൊലോങ്ഡ് വാർ ഇറാനിൽ സംഭവിക്കുകയും യമനിൽ സംഭവിക്കുകയും അത് വളരുകയും ചെയ്താൽ ഡെഫിനറ്റായി GCCയുടെ ഡൊമസ്റ്റിക് ഗ്രോത്തിനെ അത് ഗണ്യമായി ബാധിക്കും. ആ അസ്ഥിരത ലോക സമ്പദ് വ്യവസ്ഥയിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ ആ അസ്ഥിരതയുടെ ആഴം അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഏറ്റവും അവസാനമായി ചിലർ ചോദിക്കുന്നൊരു ചോദ്യം, ഈ സന്ദർഭത്തിൽ GCC രാജ്യങ്ങൾ
റഷ്യ ചൈന അച്ചുതണ്ടിലേക്ക് തിരിയുമോ എന്നുള്ളതാണ്. അതൊരു വിദൂര സാധ്യതയാണെങ്കിൽ പോലും നിൽക്കക്കളിയില്ലാതെ ഇവരൊരു തരത്തിലും വഴങ്ങുന്നില്ല എന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് തിരിഞ്ഞാൽ അത് പിന്നെ മറ്റൊരു പുതിയ ലോകക്രമത്തിനുള്ള ഒരു ഏർപ്പാടായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ അഭിപ്രായങ്ങളെ അമേരിക്കൻ പ്രസിഡൻറ്റിന് കേൾക്കേണ്ടി വരുന്നത്. കാരണം അങ്ങനെ ഒരു ചേരിയിലേക്ക് ഇവർ മാറുന്നത്, നമ്മളിൽ സാധാരണ പറയുമല്ലോ, സമ്പത്തുള്ളവൻ അപ്പുറത്തേക്ക് മാറിയാൽ ഉണ്ടാകുന്നൊരു സാമ്പത്തിക നഷ്ടവും പിന്നെ പശ്ചിമേഷ്യയിൽ അത് നിലനിർത്തുന്ന ഒരു എക്കണോമിക്സിനും പ്രതിരോധത്തിനും ഒക്കെ അത് വിലങ്ങുതടിയാവും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് GCCയുടെ താല്പര്യം കൂടി മാനിക്കാതെ ഏകപക്ഷീയമായി യുദ്ധം ചെയ്താൽ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് വളരെ ഗൗരവവും നിർണായകവുമായതാണെന്നാണ് ഇത് വിശകലനം ചെയ്യുന്നവർ അഭിപ്രായപ്പെടുന്നത്.